ഗവർണറും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ഭിന്നത ഡൽഹിയിലേക്ക്. സംസ്ഥാനത്തെ ക്രമസമാധാന നില തകർക്കാൻ ഗവർണർ ശ്രമിക്കുന്നുവെന്നാരോപിച്ച് രാഷ്ട്രപതിയെ സമീപിക്കാനാണ് സംസ്ഥാന സർക്കാർ നീക്കം. ഗവർണർ സർക്കാർ പോര് പുതിയ തലത്തിലേക്ക്. സംസ്ഥാനത്ത് ഭരണ സംവിധാനങ്ങളുടെ തകർച്ചയെന്ന് ഗവർണർ ആരോപിച്ചിരുന്നു. ഇക്കാര്യം രാഷ്ട്രപതിയെ രേഖാമൂലം ഗവർണർ അറിയിക്കുമോ അതോ വെറും ആരോപണം മാത്രമാണോ എന്നത് അറിയാനിരിക്കുന്നതേയുള്ളൂ. തനിക്കെതിരായ ആക്രമണങ്ങൾക്ക് മുഖ്യമന്ത്രി പ്രേരിപ്പിക്കുന്നെന്ന് ആവർത്തിക്കുന്ന ഗവർണർക്കെതിരെ രാഷ്ട്രപതിയെ സമീപിക്കാനാണ് പിണറായി വിജയന്റെ നീക്കം. ഗവർണർ അസാധാരണമായ നടപടികളാണല്ലോ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലൊരു വ്യക്തിയെ ആർക്കാ ഉൾക്കൊള്ളാൻ കഴിയുക? മുരളീധരനെ പോലത്തെ ചില പൂർവ്വം ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമായിരിക്കും, മറ്റാർക്ക് ഉൾക്കൊള്ളാനാവും? ഇത്തരം കാര്യങ്ങൾ കേന്ദ്രത്തിന്റെ ഉത്തരവാദപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട സമയമായിരിക്കുകയാണ്. ഗവർണറും സർക്കാരും തമ്മിലുള്ള ഭിന്നത കേരളത്തിന് പുതുമയല്ല. ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ പിരിച്ചുവിട്ടത് ഗവർണറുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലായിരുന്നു. 1ഉം 2ഉം നയനാർ മന്ത്രിസഭകളുടെ കാലത്ത് തർക്കവിഷയം സർവകലാശാലകളായിരുന്നു. ചാൻസലർ എന്ന നിലയിൽ ഗവർണർ രാംദുലാരി സിൻഹയിൽ അതൃപ്തി രേഖപ്പെടുത്തുന്ന പ്രമേയം അന്ന് കേരള നിയമസഭ പാസാക്കുകയും ചെയ്തു. 1ാം പിണറായി സർക്കാർ കാലത്ത് ആരിഫ് മുഹമ്മദ് ഖാനെ തിരിച്ചു വിളിക്കണമെന്ന പ്രമേയത്തിന് പ്രതിപക്ഷം നോട്ടീസ് നൽകിയതാണ്. ചട്ടത്തിൽ അത് അനുവദിക്കുന്നില്ലെന്നാരോപിച്ച് കാര്യോപദേശക സമിതി യോഗം പ്രതിപക്ഷ നോട്ടീസ് തള്ളിയിരുന്നു. പൊളിറ്റിക്കൽ ഡെസ്ക് 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.